ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വ്ളോഗ് എന്താണെന്നറിയോ? കർക്കിടക മാസത്തിൽ നാലമ്പലത്തിൽ പോകുന്ന വീഡിയോ. തൊട്ടടുത്തുള്ള ശ്രീരാമൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഞാനും അച്ചുചേട്ടനും അമ്മയും ഏറ്റവും മുമ്പിലുള്ള സീറ്റിലായിരുന്നു കേട്ടോ. അച്ചുചേട്ടൻ ഏറ്റവും ബാക്കിലും, പിന്നെ അച്ഛന് ഏറ്റവും ഫ്രണ്ടിൽ സൈഡ് സീറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുടയും കൊണ്ടായിരുന്നു കേട്ടോ പോയത്. ആദ്യം പോയത് മൂഴിക്കുളം ലക്ഷ്മണന്റെ അമ്പലത്തിലായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. കുറെ നേരം ക്യൂ നിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി. തൊഴുതിട്ട് ബസ്സിലുള്ള എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരമ്മാമ്മ ലോട്ടറി ടിക്കറ്റ് ഇരിക്കണ്. അപ്പോൾ ഒരു ലോട്ടറി എടുക്കാലോ എന്ന് വിചാരിച്ചു. ഭാഗ്യങ്ങാനും വന്നാലോ. അച്ഛനും ടിക്കറ്റ് എടുത്ത്, ദിബുവങ്ങളും ടിക്കറ്റ് എടുത്ത്. അടുത്ത ഞങ്ങൾ പോയത് പായമലാണ് കേട്ടോ, ശത്രുഘ്നന്റെ അമ്പലത്തില്. അവിടെ നല്ല തിരക്കായിരുന്നു. നീണ്ടൊരു ക്യൂ നിന്നിട്ടാണ് തൊഴുതിറങ്ങിയത്. തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ മീനോട്ട് നടക്കുന്ന സ്ഥലത്ത് പോയിട്ടാ. അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാരും മീനോട്ട് നടത്തി. അപ്പൊ പിന്നെ ഞങ്ങൾക്കും കൊതിയായി മീനോട്ട് നടത്താൻ. ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ മൂന്നേരും കൂടി കൊടുത്ത്. കൊറേ മീനുണ്ടായിരുന്നു കേട്ടോ. മീനുട്ടാന്ന് പറഞ്ഞ ഞാൻ കൊറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടോ. അമ്മയുടെ കയ്യിന്ന് നല്ല പിണക്കവും കിട്ടി. മഴയായതുകൊണ്ട് നല്ല വഴുക്കലുണ്ടായിരുന്നു. അതാണ് അമ്മ വഴക്ക് പറഞ്ഞത്. മീനൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും തൊഴുതിറങ്ങി. പിന്നെ പോയത് ഇരിങ്ങാലക്കുടയില് കൂടൽമാണിക്യം ക്ഷേത്രം. ഭരതന്റെ ക്ഷേത്രമാണത്. അവിടെ ചേട്ടന്മാര് മുണ്ടെടുത്തിട്ടോ. പാൻറ് ഇട്ട് അവിടെ കയറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് മുണ്ടങ്ങ് കൊടുത്തു. ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ. തിരക്ക് കണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചുപോയി. പിന്നെ ക്യൂ ഒക്കെ നിന്നങ്ങ് തൊഴുതു. തൊഴുതു കഴിഞ്ഞിട്ട് അന്നദാനം ഉണ്ടായിരുന്നു. കഞ്ഞിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാരും അതൊക്കെ കഴിച്ചിട്ടോ. ഞങ്ങളാണ് കേട്ടോ ആദ്യം തൊഴുതു വന്നത്. ബസ്സിൽ ആരും തൊഴുതിട്ടുണ്ടായില്ല. അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പൊ പിന്നെ ഒരു ബിസ്ക്കറ്റും വെള്ളം ആയാലോ എന്ന് വിചാരിച്ച്. പിന്നെ പോയത് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. ഇവിടെ ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട് കേട്ടോ. നിറച്ച് കച്ചവടക്കാരായിരുന്നു. ഇവിടെ ഇടക്ക് വരുന്നോണ്ട് ഞങ്ങൾ ചെരുപ്പിട്ടു കേട്ടോ. ബാക്കി 3 സ്ഥലത്തും ഞങ്ങൾ ചെരുപ്പ് ബസ്സിലിട്ടിട്ടാണ്ടോ പോയത്. ചെരുപ്പെങ്ങാനും മിസ്സായാലോ എന്ന് കരുതിയ. അമ്പലത്തിൽ പോയ ഏറ്റവും വലിയ ടാസ്ക് ചെരുപ്പ് സൂക്ഷിക്കലാണ്. അതിന് ഞങ്ങളുടെ കയ്യിലൊരു ട്രിക്ക് ഉണ്ട്. 2 ചെരുപ്പും 2 സ്ഥലത്തായിട്ട് ഇടണം. അപ്പം ആരും കണ്ടാവൂല. കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ തിരക്കെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്.
ഏറ്റവും വലിയ തിരക്ക് തൃപ്രയാറിലാണ് കേട്ടോ. ക്യൂ കണ്ട് ഞങ്ങള് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ക്യൂവിൽ നിന്ന് തൊഴുത്. തൃപ്രയാറാണ് മീനൂട്ടിന്റെ മെയിൻ. ഞങ്ങള് മീനെ കാണാൻ ഇറങ്ങിയപ്പോ ദേ ഒരു ശബ്ദം. അക്കരെ നിന്ന കൈകൊട്ടിക്കളി നടക്കുന്നുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമായിരുന്നു അവിടുത്തെ പുഴ കാണാൻ. ഒരു സ്ഥലത്ത് മീനോട്ട് കൊടുത്ത കാരണം ഞങ്ങളിവിടെ മീനോട്ട് കൊടുത്തില്ലട്ടോ. ഞങ്ങള് കണ്ടിരുന്നു. എന്തു വലിയ മീനായിരുന്നു അവിടെ. കുറെ മീനുണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അപ്പം നടക്കാന്ന് വിചാരിച്ചു. എന്തോരം കച്ചവടക്കാരാ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടാ. പക്ഷേ ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായ രാജ ആൻറ്റി എനിക്കൊരു സൂപ്പർ കമ്മൽ വന്ന്, അടിപൊളി. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഏതെങ്കിലും റീലിനകത്ത് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. ഞങ്ങൾ രാവിലെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തായിരുന്നില്ലേ, അതിൻ്റെ റിസൾട്ട് വരാൻ സമയമായി. എന്നാ പിന്നെ റിസൾട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് നല്ല പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത്. പക്ഷെ അടിച്ചില്ല. ഞങ്ങളെടുത്ത ടിക്കറ്റിൻ്റെയും ദിബുങ്ങളെടുത്ത ടിക്കറ്റിൻ്റെയും ഇടയിലുള്ള ടിക്കറ്റാണ് കേട്ടോ അടിച്ചത്. 5000 രൂപ അടിച്ചു. ടിക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നു. അപ്പതേ അമ്മയും അച്ഛനും കൂടെ എന്തൊക്കെയോ പറയണ്. ഞാനത് അവരറിയാതെ വീഡിയോ എടുത്ത്. അപ്പം അമ്മ ഒരു നോട്ടം നോക്കി. ഇങ്ങനെ വൈകുന്നേരമായിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ മസാല ദോശയും കഴിച്ച് ചായയും കുടിച്ച്. അയ്യോ, എനിക്ക് അച്ഛച്ചേട്ടന് കോഫിയാണ് ഇഷ്ടം. ഞങ്ങൾ കോഫിയാണ് കുടിച്ചത്. അങ്ങനെ 4 അമ്പലവും ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. തിരിച്ചു വരാൻ നേരം ഒരമ്പലത്തിലും കൂടെ കയറി. ഈ 2 കോഴീനെ കാണുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഏതമ്പലമാണെന്ന്. കൊടുങ്ങല്ലൂർ അമ്പലം. അവിടെ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല ഇരുട്ടുമായി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് തൊഴുതിട്ട് പോന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടാ. തിരിച്ചു പോരാൻ നേരം ബസ്സിൽ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. കലാഭവൻ മണിച്ചേട്ടൻ്റെയൊക്കെ പാട്ടായിരുന്നു. പിന്നെ എങ്ങനെ ഡാൻസ് ചെയ്യാതിരിക്കും. പിന്നെ ഭക്തിഗാനം തന്നെ ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകൾ. അമ്മമ്മമാരും ആൻറ്റിമാർക്ക് അപ്പൊളി വൈബായിരുന്നു. എന്താ എനർജി എല്ലാവർക്കും. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആ ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്കുന്നേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.